പ്ലാസ്റ്റിക് കസേരയിൽ കയറി നിന്ന് തുടങ്ങിയ മത്സരം അവസാനിച്ചത് സ്വർണ്ണ കസേരയിൽ കയറി നിന്ന് തന്നെ. സോണി ടി വി സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3യുടെ കിരീടം സ്വന്തമാക്കിയ മലയാളത്തിൻ്റെ അഭിമാനം, നമ്മുടെ ആവിർഭവ്. മലയാളിയായ ഈ 7 വയസ്സുകാരൻ ഇടുക്കിയിൽ നെടുങ്കണ്ടത്തെ ഒരു ചെറിയ മലയോര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന കുഞ്ഞാണ്. അവിടുത്തെ പരിമിതമായ സാഹചര്യങ്ങൾ അതിജീവിച്ച് നമ്മുടെ പ്രിയങ്കരനായ ബാബുക്കുട്ടൻ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ആവിർഭവ്. ഇന്ത്യയുടെ സംഗീത ചരിത്രത്തിൽ ആദ്യമായ ഒരു മലയാളി, 7 വയസ്സ് മാത്രമുള്ള നമ്മുടെ ആവിർഭവ്. സോണി ടി വി സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 വിജയ കിരീടം ചൂടിയ ആവിർഭവ് സ്വന്തമാക്കിയിരിക്കുന്നത് 11 ലക്ഷം രൂപയും ട്രോഫിയുമാണ്. ആവിർഭവിന് കിട്ടിയത് കോടിക്കണക്കിന് ജനങ്ങൾ നൽകിയ സ്നേഹത്തിൻ്റെ കിരീടമാണ്. ആവിർഭവിനൊപ്പം 1ാം സ്ഥാനം നേടിയ മറ്റൊരു മത്സരാർത്ഥിയാണ് അദർ ബക്ഷി. സോണി ടി വി ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആവിർഭവും അദർവും ഇൻ്റർവ്യൂവിന് തിരക്കിലാണ്. ഇൻ്റർവ്യൂവിനിടയിൽ ആവിർഭവിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ 11 ലക്ഷം രൂപ എന്തു ചെയ്യും? നമ്മുടെ കുട്ടിക്കുരുന്ന് ആവിർഭവ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു ഐഫോൺ വാങ്ങും, പപ്പായ്ക്കൊരു വണ്ടി മേടിച്ചു കൊടുക്കും, പിന്നെ ഞാൻ ഒത്തിരി പർച്ചേസൊക്കെ നടക്കും. അദർവ് പറഞ്ഞത്, ഞാൻ ഈ 11 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും, എൻ്റെ ഫ്യൂച്ചറിലെ ആവശ്യത്തിന് വേണ്ടിയാണെന്നാണ് അദർവ് പറഞ്ഞത്. നമ്മുടെ ആവിർഭവൻ്റെ സ്വർഗം അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്നതാണ്. അവരുടെ സന്തോഷമാണ് ആവിർഭവൻ്റെ സന്തോഷവും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 3യിൽ വെച്ച് ഇടയ്ക്ക് പപ്പായ്ക്ക് ട്രാൻസ്ഫർ കിട്ടിയതിനെ തുടർന്ന് ഷോ കിറ്റ് ചെയ്ത് നമ്മുടെ ആവിർഭവ് പോയിരുന്നു. എന്നിരുന്നാലും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 3 ഗ്രാൻഡ് ഫിനാലെയിൽ MG സാർ ആവിർഭവിനെ ഒരു ഗാനം ആലപിക്കാൻ ക്ഷണിച്ചിരുന്നു. അന്ന് ബാബുക്കുട്ടൻ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ആവിർഭവിനെ സന്തോഷിപ്പിക്കാൻ കളിക്കുന്ന ഒരു കാർ സമ്മാനമായി നൽകി. അന്ന് എനിക്കത് കണ്ടപ്പോൾ സങ്കടം തോന്നിയിരുന്നു. പക്ഷേ ഒരു നാൾ നമ്മുടെ ബാബുക്കുട്ടൻ ഇതിലും വലിയ കാർ സ്വന്തമാക്കും എന്ന് മനസ്സിൽ തോന്നിയിരുന്നു. ഇപ്പോൾ ഇതാ ആവിർഭവിൻ്റെ സ്വപ്നം സഫലമായിരിക്കുന്നു. ഈ 2024 ഓഗസ്റ്റ് 1 നമ്മുടെ പ്രിയങ്കരനായ ബാബുക്കുട്ടൻ എന്ന ആവിർഭവ് 11 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആവിർഭവിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം. ഒരു വണ്ടി ആവിർഭവ് സ്വന്തമാക്കുമെന്നാണ് ഓരോ ഇൻ്റർവ്യൂവിലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കൂടാതെ സൗത്ത് ആഫ്രിക്കയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ആവിർഭവിനും അദർവിനും ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂവിനിടയിൽ ആവിർഭവ് പറയുന്നുണ്ട്, ഞാൻ പ്രത്യേക കൺട്രിയിലൊന്നും പോയിട്ടില്ല കേട്ടോ, ഇത് ആദ്യമായാണ്. നമുക്ക് സൗത്ത് ആഫ്രിക്കയിലുള്ള ആവിർഭവിൻ്റെ പെർഫോമൻസ് കാണാനായി കാത്തിരിക്കാം.